നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങനെ വചനത്തോണ്ടിരിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ എല്ലാവരും കർത്താവെ സംസാരിക്കണമേ നോക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾ ഈ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കർത്താവെ, ഞങ്ങൾ അത് കേൾക്കുന്നവരായിട്ടല്ലാതെ ഞങ്ങൾ ബുദ്ധിയിൽ തന്നെ വെക്കാതെ കർത്താവ് ജീവിതത്തിൽ ചെയ്യുന്നവരും കൂടെ ആയി തീരുവാനായിട്ട് ഈടാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അടിയനും കർത്താവെ ആ ദൂത് പറയേണ്ടെങ്കിൽ ഇടയാക്കണമെന്ന് ഒത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അത് കേട്ട സ്വത്രയിലെ ചേർത്തലും നാമത്തിൽ തന്നെ. എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു വ്യക്തിയെ പറ്റിയാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. മറ്റാരുമല്ല, മറിയയെ പറ്റിയാണ്. ബൈബിൾ നോക്കുകയാണെങ്കിൽ ബൈബിൾ അനേകം മറിയ പേരുള്ള അനേകം വ്യക്തികളെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് മഗ്ദലക്കാരത്തെ മറിയയെ പറ്റിയാണ്. അപ്പോൾ ആ മറിയയുടെ ആ ജീവിതത്തില് തന്റെ ചില ക്വാളിറ്റീസ്, തനിക്ക് തന്റെ ആ സ്വഭാവത്തിലുണ്ടായിരുന്ന ആ ഒരു ചില കാര്യങ്ങൾ, അത് മാത്രം ഞാനൊന്ന് ശ്രദ്ധയിലോട്ട് കൊണ്ടുവരേണ്ട 2-3 പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ ഈ മറിയെ പറ്റി പറയുന്നത് നമുക്ക് ലൂക്കോസ് സുവിശേഷമാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതിൽ മറിയെ പറ്റി ആദ്യം പറയുന്നത് 8-ാം അധ്യായത്തിലാണ്. ലൂക്ക് ചാപ്റ്റർ 8-ലാണ്. 8:1-3 നമുക്ക് ജസ്റ്റ് നോക്കാം. 1 മുതൽ 3 വരെയുള്ള വാക്യം നമുക്ക് നോക്കാം. ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം. അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. അവനോടുകൂടെ 12 അവർ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരി മറിയയും ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നെയും സൂസന്നെയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. ഇവിടെയാണ് മറിയയെ പറ്റി ആദ്യമായിട്ട് പറയുന്നത്. മറിയെ പറ്റി പറയുന്നത് 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ സുവിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം പല മറിയകളുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കി തീരുവാനായിട്ട് തന്നെ മഗ്ദലക്കാരത്തി മറിയ, തന്റെ ആ സ്ഥലത്തിന്റെ പേര് ചേർത്ത് ഉള്ള പേരാണ് മറിയയ്ക്കുള്ളത്. അപ്പോൾ ആ മഗ്ദലക്കാരത്തി മറിയെ പറ്റി പറയുമ്പോൾ 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയാണ്. അപ്പോൾ തന്റെ ആ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ നമുക്കറിയില്ല എപ്പോഴാണ് ഈ ഭൂതം പിടിച്ചതെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും കർത്താവ് തന്നെയാണ് ഈ ഭൂതത്തെ ഓടിച്ചു വിട്ടത്. അപ്പോൾ ചിലപ്പോൾ ആഴ്ചകളെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളായിരിക്കാം, അത്രത്തോളം നാളുകൾ ഈ ഭൂതത്തിന്റെ ആ ഭൂതത്തിന്റെ ആ പ്രശ്നങ്ങളിലൂടെ എല്ലാം കടന്നു പോകാനായിട്ട് തനിക്ക് ഇടയായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഞാൻ വേറൊരു പോർഷനിൽ ഞാൻ ഇതുപോലെ ഭൂതകർഷന്റെ ഇത് കണ്ട് ഞാൻ ഓർക്കുന്നില്ല, ഇത് ബാക്കിയാണ്. അവിടെ പറയുന്നുണ്ട് ആ വ്യക്തി യേശു കർത്താവ് വരുന്ന കണ്ട് അപ്പോൾ ശവക്കല്ലറയിൽ നിന്ന് അവിടെ നിന്ന് ഓടി വരുമായിരുന്നു പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം അത് ആ ഭൂതത്തിന്റെ അവസ്ഥ എന്നുള്ളത് അത് ഈസി ആയിട്ടുള്ള ഒരു സാഹചര്യമല്ല. അത് ചിലപ്പോൾ നമ്മുടെ മനസ്സിനെ അതങ്ങ് ഇൻഫ്ലുവൻസ് ചെയ്യും. ചിലപ്പോൾ നമ്മളെ തന്നെ സ്വയം നമ്മളെ ഹാം ചെയ്യും, സ്വയം ആ വ്യക്തിനെ ഹാം ചെയ്യും. ഇങ്ങനെ പല കാര്യങ്ങളും അവിടെ ചെയ്യും. വസ്ത്രങ്ങൾക്ക് ചിലപ്പോൾ കീറിക്കളയും, ചിലപ്പോൾ പലരും ഉപദ്രവിക്കാനായിട്ട് പോകും. ഇങ്ങനെ പല അവസ്ഥയിലൂടെ കടന്നു പോകും. അത് ഒരു ഭൂതമല്ല, മറിയയുടെ ജീവിതം നോക്കുകയാണെങ്കിൽ 7 ഭൂതമാണ് തന്റെ ശരീരത്തുണ്ടായിരുന്നത്. അപ്പൊ അറിയാം താൻ എന്തുമാത്രം വേദനയിലൂടെ, താൻ എന്തുമാത്രം പ്രയാസത്തിലൂടെ താൻ കടന്നു പോയെന്നുള്ളത്. ചിലപ്പോൾ മറ്റേ ഭൂതസ്ത്രീകളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കല്ലറയിലായിരിക്കും രാത്രി പോയി കിടക്കുന്നത്. നമുക്ക് അറിയത്തില്ല. ചിലപ്പോൾ രാത്രി വീട്ടിൽ തന്നെ കിടക്കുമെന്ന് നമുക്കറിയത്തില്ല. ഫുൾ ടൈം വീടിന്റെ വെളിയിലായിരിക്കും. വെളിയിൽ ബോധമില്ലാതെ, ഭൂതം പിടിച്ചതിന് ബോധമില്ലാതെ, സാമാന്യമായിട്ടുള്ള ബോധമില്ലാതെ എന്തൊക്കെയോ ചെയ്യുന്നൊരവസ്ഥ. അതിലൂടെ ആയിരുന്നു ഈ സ്ത്രീ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ യേശു കർത്താവ് ആ അവസ്ഥയിൽ നിന്നും തന്നെ മാറ്റി. അതിന്റെ ഒരു നന്ദി എപ്പോഴും തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ സുവിശേഷങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തന്നെ വളരെയധികം ബാധിച്ചിരുന്ന ഈ 7 ഭൂതങ്ങളെ യേശു കർത്താവ് ഓടിച്ച് തന്റെ ശരീരത്തിൽ നിന്ന് മാറ്റിക്കാണും. അതുകൊണ്ട് തനിക്ക് ഒരുപാട് നന്ദി യേശു കർത്താവിനോട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലൂടെ എങ്ങനെ ചിന്തിക്കുക, നമ്മളുടെ ജീവിതത്തിലും പല ഭൂതങ്ങളും ഉണ്ട് എന്ന് വെച്ചാൽ ലിറ്ററലി ആ ഭൂതമായിരിക്കണമെന്നില്ല.
ചിലപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ചിലപ്പോൾ നമ്മുടെ അസുഖങ്ങളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യമായിരിക്കാം. ഇതൊക്കെയും നമ്മൾക്ക് നമ്മൾ മനുഷ്യരെന്ന നിലയിൽ നമ്മളുടെ ശക്തിക്ക് ചിലപ്പോൾ അതുകൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ടായിരിക്കും. ഇതൊക്കെ നമ്മളുടെ മുമ്പിൽ ഒരു ഭൂതങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത്, യേശു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മൾ യേശു കർത്താവിനെ ട്രസ്റ്റ് ചെയ്യുവാണെങ്കിൽ, യേശു കർത്താവ് ആ ഭൂതങ്ങളെ നമ്മുടെ മുമ്പിലുള്ള എന്ത് ചാലഞ്ച് ആണെന്ന് പറഞ്ഞാലും അതിനെയൊക്കെയും യേശു കർത്താവിനെ ഓടിച്ചു മാറ്റാൻ പറ്റും എന്നുള്ളൊരു കാര്യം. അത് മറിയയുടെ ജീവിതത്തിൽ അത് സംഭവിക്കാനിടയായി തീർന്നു. അതുകൊണ്ട് തനിക്ക് ഒരുപാട് നന്ദി ഉണ്ടായിരുന്നു യേശു കർത്താവിനോട്. അതുകൊണ്ടാണ് താൻ പിന്നെ ചെയ്തുകൊണ്ടിരുന്നത്. മറ്റു പല സ്ത്രീകളുണ്ട്, അവരുടെ കൂടെ താൻ ചെയ്തുകൊണ്ടിരുന്നത് വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു. യേശു കർത്താവിനും ആ ശിഷ്യന്മാർക്കും ഒക്കെ തനിക്കുള്ളത് കൊടുത്തുകൊണ്ട് തന്നെ താൻ അവരെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മിനിസ്റ്റർ, ഇംഗ്ലീഷിൽ പറയുന്നത് മിനിസ്റ്റേർഡ് അൺടു ഹിം ഓഫ് ദെയർ സബ്സ്റ്റൻസ്. അപ്പൊ പല കാര്യങ്ങൾ കൊണ്ട്, പണമായിരിക്കും ചിലപ്പോൾ പല കാര്യങ്ങളും കൊണ്ട് യേശു കർത്താവിന് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമുക്ക് ഈ മറിയ ഒരു വെൽത്തി ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നാണെന്നോ ഒന്നും നമ്മളിവിടെ കാണുന്നില്ല. പക്ഷെ തനിക്ക് ഉണ്ടായിരുന്നതിൽ നിന്നും താൻ മനസ്സോടെ തന്നെ താൻ യേശു കർത്താവിന് കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം തന്റെ ജീവിതത്തിൽ അത്ര വലിയ കാര്യമാണ് യേശു കർത്താവ് ചെയ്തത്. തന്നെ ബാധിച്ചിരുന്ന അത്ര വലിയൊരു ബാധയാണ് യേശു കർത്താവ് തന്റെ ജീവിതത്തിൽ മാറ്റിയത്. അപ്പോൾ ആ ഒരു ഗ്രേറ്റ്ഫുൾനെസ് എന്നുള്ള ഒരു കാര്യം ഞാൻ ചിന്തിക്കുകയായിരുന്നു. മറിയയ്ക്ക് ആ നന്ദിയുള്ള ഒരു മനസ്സ്. അപ്പോൾ നമ്മളും എന്തുമാത്രം നന്ദി ദൈവത്തോട് കാണിക്കണമെന്നുള്ള ഒരു കാര്യം ഞാൻ ചിന്തിക്കുകയായിരുന്നു. പലപ്പോഴും നമ്മൾ ആ നന്ദി അത് നമുക്ക് വേണ്ടി ദൈവം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ചിലപ്പോൾ നമ്മൾ അത് റിയലൈസ് ചെയ്യാറില്ല. മറിയയ്ക്ക് വേണ്ടി യേശു കർത്താവ് തന്റെ ആ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ബാധയെ മാറ്റിയത് താൻ ചെയ്തു കൊടുത്തത്. പക്ഷെ നമ്മളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. ഒന്നാമത് നമുക്ക് വേണ്ടി ആ ഒരു വലിയ രക്ഷയെ നമുക്ക് തന്നു, നമ്മൾ ഒരിക്കലും അർഹിക്കാത്തിട്ടുള്ള രക്ഷ. അത് മാത്രമല്ല, നമ്മൾക്കെല്ലാം പല രോഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെയും യേശു കർത്താവ് നമുക്ക് വേണ്ടി വിടുതൽ തന്നു. നമ്മൾ പലരും യാത്ര ചെയ്യുന്നവരൊക്കെയാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെയും നമുക്ക് അപകടം ഉണ്ടാകേണ്ട അടുത്തു നിന്നൊക്കെയും നമ്മളെ രക്ഷിച്ചു. നമുക്ക് അപകടം ഉണ്ടായപ്പോഴൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ജീവൻ കാത്തു കർത്താവ്. അങ്ങനെ നമ്മൾ ഓരോ ദിവസം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഓരോ മോർണിംഗ് ഓരോ ദിവസം നമുക്ക് ദൈവത്തിൽ അതൊക്കെ ദൈവം നമുക്ക് തരുന്ന ഓരോ കരുണയാണ്. നമ്മൾ പലപ്പോഴും അതൊന്നും നമ്മൾ റിയലൈസ് ചെയ്യാറില്ല. നമുക്ക് വേണ്ടി ദൈവം എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും റിയലൈസ് ചെയ്യാറില്ല. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത് പോലും ദൈവം എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊന്നും ഓർക്കാതെ ദൈവം ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ആവശ്യപ്പെട്ട ദൈവം തരാതിരിക്കുമ്പോൾ ഞാൻ കംപ്ലൈന്റ് ചെയ്യാം. അല്ലെങ്കിൽ മാത്രമല്ല, അങ്ങനെ കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. മാത്രമല്ല, ദൈവം എനിക്ക് വേണ്ടി എന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും ദൈവം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഓർക്കത്തില്ല. ദൈവം ഒരു പ്രാവശ്യം നോ പറയുമ്പോൾ ദൈവം എനിക്ക് മുമ്പ് ചെയ്ത കാര്യങ്ങളൊന്നും ഓർക്കാതെ ഞാൻ ദൈവത്തോട് പിറുപിറുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ആ ഒരു കാര്യത്തിൽ നമ്മുടെ എല്ലാവരുടെ ലൈഫും ഇമ്പ്രൂവ് ആയിട്ട് നമുക്ക് സ്വയം നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ളത്. കാരണം ദൈവം നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ചോദിക്കാതെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ചോദിച്ചും പല കാര്യങ്ങളും ദൈവം ചെയ്യുന്നുണ്ട്. എന്നിട്ടും ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കാതിരുന്നിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം ദൈവം നോ പറയുമ്പോൾ നമ്മൾ എന്തുമാത്രം ഗ്രംബിൾ ചെയ്യുന്നുണ്ടെന്നുള്ളത്, നമ്മൾ എന്തുമാത്രം പുരോഗമിക്കുന്നു, ദൈവത്തോട് എന്തും കംപ്ലൈന്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അത് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളുടെ ഈ തുടർന്നുള്ള ജീവിതത്തിൽ ദൈവം നമ്മൾ നോ പറഞ്ഞാലും നമ്മൾ അത് ഡിസ്കറേജ്ഡ് ആകാതെ നമുക്ക് മുമ്പ് വന്നിട്ടുള്ള പല കാര്യങ്ങൾ ഓർത്തിട്ട് കർത്താവ് എനിക്ക് എന്നോട് ഈ നോ പറഞ്ഞതിന് ഒരു ഉദ്ദേശം ഉണ്ടല്ലോ, അത് എന്റെ നല്ലതിന് വേണ്ടി തന്നെയാണ്, അതിനായിട്ട് നന്ദി പറയുന്നു എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡോടെ നമുക്ക് പോകാനായിട്ട് നമ്മളെ ദൈവം സഹായിക്കട്ടെ. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, നമ്മുടെ ജീവിതത്തിൽ പല ഡീമൻസും ഉണ്ട്, നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ട്, പല പ്രയാസങ്ങളുണ്ട്, പല രോഗങ്ങളുണ്ട്, പല ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ വരുവാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ദൈവം നമ്മളുടെ മുമ്പിലുള്ള ആ ഒരു ഡീമനെ, നമ്മുടെ മുമ്പിലുള്ള നമ്മളുടെ കഴിവുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത എന്ത് കാര്യമാണെങ്കിലും ദൈവം അത് ശരിയാക്കി തരും, നമ്മളത് മാറ്റിത്തരും എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നമുക്ക് വേണ്ടി ദൈവം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ദൈവം ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും റിയലൈസ് ചെയ്യാറില്ല.
നമ്മൾ അതെല്ലാം ഒന്ന് മറന്നുപോയിട്ട് നമ്മൾ ഇപ്പോഴുള്ള കാര്യം മാത്രമേ ഓർക്കത്തുള്ളൂ. ഇപ്പോൾ നമുക്കൊണ്ട് എന്ത് ചെയ്തു എന്ന് മാത്രമേ നമ്മൾ ഓർക്കാറുള്ളൂ. പകരം നമ്മൾ മുൻപുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ശ്രദ്ധിക്കണം. നമുക്ക് മുമ്പേ നമ്മൾക്ക് ദൈവം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ റിയലൈസ് ചെയ്യണം. പിന്നീട് നമ്മൾ മറിയയുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ തൻ്റെ ആ ഹോപ്പ്, തൻ്റെ വിശ്വാസം, താനത് ആ അവസാനത്തോളം വരെ താനത് ഹോൾഡ് ഓൺ ചെയ്തിരുന്നു എന്നുള്ളൊരു കാര്യം. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു കർത്താവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയ സമയത്ത് അവിടെ അനേക സ്ത്രീകൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. അതിലൊരു വ്യക്തിയായിരുന്നു ഈ മഗ്ദലക്കാരത്തി മറിയ. ആ മഗ്ദലക്കാരത്തി മറിയ നോക്കുമ്പോൾ യേശു കർത്താവിനെ ഇങ്ങനെ ക്രൂശിക്കുന്നു. യേശു കർത്താവ് ആ ക്രൂശിൽ കിടന്ന് പറയുന്നുണ്ട്, പിതാവേ എന്നെ എന്തിൽ കൈവിട്ടു എന്നൊക്കെ. പക്ഷെ എങ്കിൽ പോലും മഗ്ദലക്കാരത്തി മറിയയ്ക്ക് തനിക്ക് ആ യേശു കർത്താവിനുണ്ടായിരുന്ന ആ ഒരു അറ്റാച്ച്മെന്റോ അല്ലെങ്കിൽ ആ ഒരു ഹോപ്പോ അതൊന്നും നഷ്ടപ്പെടാൻ ഇടയാക്കുന്നില്ല. കാരണം താൻ കടന്നുപോയ സമയത്ത് യേശു കർത്താവ് ഇതിലൂടെ എല്ലാം ഈ ക്രൂശീകരണത്തിലൂടെ കടന്നു പോകുന്ന സമയത്തൊക്കെയും ഈ മറിയ കരഞ്ഞുകൊണ്ട് അവിടെ ആ ഒരു കൂട്ടത്തിലുണ്ടായിരുന്നു. നമ്മളെ ശിഷ്യന്മാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഓർത്ത് നോക്കി, അവരെന്തോ ആയിരുന്നു ചെയ്തോണ്ടിരുന്നത്. അവരുടെ ജീവനെ പേടിച്ച് അവരവിടെ ഒളിച്ചും പാത്തിരിക്കരുത്. പക്ഷെ മറിയ ചെയ്തത് അതൊന്നും കണക്കിലാക്കിയില്ല. തന്റെ ജീവൻ ആപത്ത് വരുമോ എന്ന് ഒന്നും കണക്കാക്കാതെ ആ യേശു കർത്താവിന്റെ ആ ക്രൂശീകരണ സമയത്ത് ആ താഴെ നിന്ന് കരയുന്നുണ്ടായിരുന്നു. അതിലൂടെ യേശു കർത്താവിനുള്ള മറിയയുടെ ആ ഒരു സ്നേഹത്തെ നമുക്ക് കാണുവാനായിട്ട് പറ്റും. താൻ ഒരുപാട് യേശു കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് മാത്രമാണ് യേശു കർത്താവ് ആ ഒരു വേദനയുടെ പോകുന്ന കണ്ടപ്പോൾ താനോട് കരയുവാനായിട്ട് ഇടയായത്. അത് മാത്രമല്ല, ആ അടക്കുന്ന സമയത്ത് പോലും ഡ്രസ്സിങ് ഒക്കെ ആ ശീല പൊതിയുന്ന സമയത്തൊക്കെയും ഈ മറിയയും ഇവരെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അത് മാത്രമല്ല, നമ്മൾ 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ മറിയ തന്നെ അതികാലത്ത് രാവിലെ ഈ ശവത്തിന്, ഈ യേശു കർത്താവിന്റെ ഈ ശവത്തിന് ആ സുഗന്ധവർഗ്ഗങ്ങൾ വെക്കുവാനായിട്ട് വരുന്നു. അങ്ങനെ ആ ഒരു എഫേർട്ട് എടുത്ത് വരുന്നതിനും കൂടെ കാരണം ആ ഒരു സ്നേഹം കൊണ്ട് മാത്രമാണ്. എന്തുമാത്രം സ്നേഹം അപ്പം മറിയയ്ക്ക് യേശു കർത്താവ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാനത് എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്. ആ ശിഷ്യന്മാരെക്കാളും കൂടുതൽ യേശു കർത്താവിനെ സ്നേഹിച്ചത് ഈ മറിയ തന്നെയാണ്. എന്തുമാത്രം സ്നേഹം ഉണ്ടായിട്ടാണ് ആ ഒരു ക്രൂശീകരണത്തിന്റെ സമയത്തുണ്ടായിരുന്നത്. എന്തുമാത്രം സ്നേഹം ഉണ്ടായിട്ടാണ് ആ ഒരു കല്ല് വെക്കുന്നതെല്ലാം കണ്ടിട്ടും ഇതെങ്ങനെ ഈ സുഗന്ധവർഗ്ഗം എങ്ങനെ ശവശരീരത്ത് വെക്കുമെന്ന് ഒരു പ്ലാനും ഇല്ലാതെ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ ആ സുഗന്ധവർഗ്ഗങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ കാരണം തന്നെ ആ സ്നേഹം ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ്. അവരുടെ മുൻപിലുള്ള ഒരു വലിയൊരു ചാലഞ്ച് എന്ന റോക്ക് എങ്ങനെ മാറ്റും എന്നുള്ളത്, ആ ശവകുടീരം അടച്ചു വെച്ചിരുന്ന ആ കല്ല് എങ്ങനെ മാറ്റുമെന്നുണ്ടായിരുന്നത് ആ സ്ത്രീകളുടെ മുൻപിൽ അത് വലിയൊരു ചാലഞ്ച് തന്നെയായിരുന്നു. പക്ഷെ അതൊന്നും ഓർക്കാതെ ആ യേശു കർത്താവിന്റെ ശരീരത്തിൽ എങ്ങനെയെങ്കിലും യേശു കർത്താവിന്റെ ശരീരത്തിൽ അത് വെക്കാൻ പറ്റുമെന്നുള്ള തന്റെ വിശ്വാസത്തോടെ താനത് മുന്നോട്ട് പോയി. അങ്ങനെ താൻ അവിടെ ചെന്നപ്പോൾ താൻ കണ്ടത് ആ കല്ല് മാറിയിരിക്കുന്ന മാത്രമല്ല, ആ അകത്തേക്ക് നോക്കിയപ്പോൾ ആ ശവശരീരം അവിടെ ഇല്ല. അപ്പോൾ ഇവിടെ പറയുന്ന ചെറിയൊരു വ്യത്യാസം, മറ്റു സുവിശേഷങ്ങളിൽ ചെറിയ വ്യത്യാസമായിട്ടാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ പറയുന്ന 2 ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോയി എന്ന് ഇവിടെ മറിയോടും മറ്റൊരു സ്ത്രീകളോടും പറയുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. യേശു കർത്താവ് ഇപ്പോൾ ചിന്തിക്കുകയാണ്, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയി അവൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ മറിയുടെ മനസ്സിലുണ്ടായിരുന്നുകൊണ്ട് ജോയ് എന്തുമാത്രമായിരിക്കും ഞാൻ വിചാരിക്കുകയാണ്. കാരണം താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തി, താൻ മരണപ്പെട്ടു പോയ ആ ശവത്തിന് അതിന് ഈ സുഗന്ധവർഗ്ഗം വെക്കാൻ വന്ന സ്ത്രീ കേട്ടത് ആ വ്യക്തി ജീവനോട് ഉയർത്തെഴുന്നേറ്റ് പോയി എന്നുള്ളത് കാര്യം. അപ്പൊ എന്തുമാത്രം സന്തോഷം തന്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. താൻ ഏറ്റവും അധികം സ്നേഹിച്ച വ്യക്തി താൻ മരിച്ചിട്ടില്ല, താൻ അത് ഉയർത്തെഴുന്നേറ്റ് പോയി എന്നത് കേട്ടപ്പോൾ. അതുകൊണ്ട് മറിയ ഈ യേശു കർത്താവിനെ സ്നേഹിച്ച സ്നേഹവും നമുക്ക് ശരിക്കും ഒരു എക്സാമ്പിൾ തന്നെയാണ്. ശരിക്കും നമ്മളും ദൈവത്തെ അതുപോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള കാര്യം. കാരണം മറിയയുടെ ജീവിതത്തിൽ സംഭവിച്ചത് തന്റെ ആ ബാധകളെ, തന്റെ ആ മുന്നിലുള്ള ഡീമൺസിനെ അത് ഓടിച്ചു വിട്ടത് മാത്രമേ യേശു കർത്താവ് ചെയ്തുള്ളൂ.
പക്ഷെ തനിക്ക് അത് ഭയങ്കര പ്രഷ്യസ് ആയിരുന്നു. തനിക്ക് അറിയാമായിരുന്നു തന്റെ ജീവിതത്തിൽ എന്ത് വലിയൊരു വ്യത്യാസമാണ് തനിക്ക് ഉണ്ടായത്. താൻ സ്വയം ആ ശരീരത്തെ ഹാം ചെയ്ത്, താൻ സ്വയം ഉപദ്രവിച്ചുകൊണ്ട്, താൻ ശവക്കല്ലറുകൾ കിടന്നുകൊണ്ട്, താൻ വസ്ത്രം കീറി, ചിലപ്പോൾ നഗ്നയായിട്ടൊക്കെ ആയിരിക്കാം നടന്നത് ആ ഒരു സമയത്ത്. ആ ഒരു അവസ്ഥയിലൂടെ നടന്ന ആ സ്ത്രീയെ യേശു കർത്താവ് ആ ഒരു ബാധ മാറ്റിയപ്പോൾ, തന്റെ ജീവിതം ആ ഒരു യഥാസ്ഥാനപ്പെടുത്തിയപ്പോൾ തനിക്ക് എന്തുമാത്രം സ്നേഹവും എന്തുമാത്രം നന്ദിയും യേശു കർത്താവ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് എന്തുമാത്രം ആ സ്നേഹം, എന്തുമാത്രം നന്ദി യേശു കർത്താവ് ഉണ്ടാകും. പിന്നെ മറിയയുടെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ, ആ ശവം നമ്മൾ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നോക്കുകയാണെങ്കിൽ പറയുന്ന ആ ശവം എടുത്തുകൊണ്ട് പോയെങ്കിൽ, മറിയ പറയുന്ന ഒരു കാര്യമാണ്, ആ ശവം എടുത്തുകൊണ്ട് പോയെങ്കിൽ ആ തോട്ടക്കാരൻ എന്ന് വിചാരിച്ച യേശു കർത്താവ് പറഞ്ഞു, ആ ശവം എടുത്തുകൊണ്ട് പോയെങ്കിൽ അത് എവിടെയാണ് ഇരിക്കുന്നത് പറയാൻ ഞാൻ എടുത്തുകൊണ്ട് പോക്കാളെന്ന് മറിയ പറഞ്ഞു. നമുക്കറിയാം ഒരു 3 ദിവസം ഒക്കെ ആകുമ്പോൾ ആ ശവത്തിന്റെ കണ്ടീഷൻ എങ്ങനെയായിരിക്കുന്നത്, അഴുകി സ്മെല്ല് വെച്ച് നമുക്ക് അതിന്റെ അടുക്കിലേക്ക് ചെല്ലാൻ അറപ്പാകുന്ന രീതിയിൽ ഉള്ള അവസ്ഥയായിരിക്കും ആ മൃതശരീരം ഇരിക്കുന്നത്. പക്ഷെ മറിയ അതൊന്നും കാര്യമാക്കാനേ പോയില്ല. മറിയ അതാണെങ്കിലും കുഴപ്പമില്ല, അത് എത്ര നാറ്റം വെച്ച അവസ്ഥയിലാണെങ്കിലും കുഴപ്പമില്ല, ഞാനത് എടുത്തുകൊണ്ട് പൊക്കോളാം എന്നാണ് മറിയ പറഞ്ഞത്. മറിയ അത് എടുത്തുകൊണ്ട് പോയിട്ട് മറിയനെ അത് എവിടെ കൊണ്ട് വെക്കുന്നൊന്നും നമുക്കൊന്നും അറിയത്തില്ല. പക്ഷെ മറിയ പറഞ്ഞ അത് എത്ര അഴുകിയിരിക്കുന്ന അവസ്ഥയാണ് നോക്കില്ല, അത് എത്ര പുഴുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കത് കുഴപ്പമില്ല, ഞാനത് എടുത്തുകൊണ്ട് പൊക്കോളാം എന്നാണ് മറിയ പറഞ്ഞത്. അത് വലിയൊരു എക്സാമ്പിളാണ് എന്തുമാത്രം സ്നേഹം മറിയയ്ക്ക് യേശു കർത്താവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ആ ഒരു അഴുകിയ ആ ശരീരത്തെ പോലും എടുത്തുകൊണ്ട് പോകാനായിട്ട് താൻ മനസ്സ് വെച്ചത്. ഇപ്പൊ ഇന്നുള്ള പോലെ മാസ്കോ കാര്യങ്ങളൊന്നും ആ സമയത്തൊന്നും ഉണ്ടായിരുന്നായിരിക്കില്ല. അപ്പൊ തനിക്ക് തന്റെ ഡ്രസ്സ് കൊണ്ട് മൂക്കൊക്കെ മൂടി കൊണ്ടുപോകാന്നുള്ള പറ്റും. എന്നപ്പോൾ താൻ ചെയ്യണമെന്നില്ല. യേശു കർത്താവിനുള്ള സ്നേഹം ഉള്ളതുകൊണ്ട് ആ ഒരു ദുർഗന്ധമൊന്നും തനിക്ക് അതൊന്നും കാര്യമാക്കത്തില്ല. താൻ അത്രമാത്രം സ്നേഹമുണ്ട്. ശരിക്കും നമ്മളുടെ മുമ്പിൽ ശരിക്കും ചാലഞ്ചിനാണ്, നമ്മുടെ ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം. എനിക്ക് ഒരിക്കലും ഈ മറിയ ദൈവത്തെ സ്നേഹിച്ച, യേശു കർത്താൻ സ്നേഹിച്ച ലെവലിൽ എനിക്കത്ര സാധിച്ചിട്ടേ ഇല്ല. എനിക്ക് ദൈവത്തെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് പോലും എനിക്ക് പറയാൻ എനിക്ക് പറ്റത്തില്ല. പക്ഷെ എന്റെ മുമ്പിൽ വലിയൊരു ചാലഞ്ചാണ് മറിയ വെച്ചത്. തനിക്കുള്ളതില്ല, തനിക്ക് അറിയാവുന്ന ആൾക്കാരിൽ എല്ലാവരിലും വെച്ച് ഏറ്റവും കൂടുതൽ താൻ യേശു കർത്താവിനെ സ്നേഹിച്ചു. അത് തന്റെ ഈ പ്രവർത്തികളിലൂടെ എല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശരിക്കും നമ്മൾക്കും ആ യേശു കർത്താൻ അതുപോലെ സ്നേഹിക്കുവാനായിട്ട് അത് പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം യേശു കർത്താവ് നമ്മളെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത്, നമ്മൾ ഓരോരുത്തരെയും എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ ദൈവം യേശു കർത്താവ് ഒരുപാട് സ്നേഹിച്ചുകൊണ്ടാണ് യേശു കർത്താവ് നമ്മളെ തേടി വന്നത്, നമുക്ക് വേണ്ടി ആ കാൽക്രൂസിൽ മരിച്ചത്, നമുക്ക് വേണ്ടി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് നമ്മൾക്ക് വേണ്ടി സ്വർഗത്തിലിരിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ ഓരോ തെറ്റുകളും സംഭവിക്കുമ്പോൾ സാത്താൻ നമ്മളെ ആ പിതാവായ ദൈവത്തിന് മുൻപ് കുറ്റം പറയുമ്പോൾ യേശു കർത്താവാണ് നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്നത്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്, നമുക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആയിട്ട് ചെയ്യുന്നത്, നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് യേശു കർത്താവാണ്. നമ്മളെ യേശു കർത്താവ് ദൈവം അതുപോലെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ദൈവം നമുക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തെ എന്തുമാത്രം തിരിച്ചൊന്ന് സ്നേഹിക്കണം എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. ദൈവം നമ്മൾ അത് മാത്രം ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മളും ദൈവത്തെ ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് സ്നേഹിക്കണം. എന്നോട് പവർഫുൾ ആയിട്ട് ദൈവം സംസാരിക്കുന്നു, ഞാൻ ദൈവത്തെ ഒന്ന് സ്നേഹിക്കണം എന്നുള്ള കാര്യം. ഞാൻ പാസീവായിട്ടുള്ള ലവ് അല്ല, ഒരു ആക്റ്റീവായിട്ടുള്ള ലവ് ആണ് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം. ദൈവം അത് എന്നോട് ഒരുപാട് സംസാരിച്ചു. ഞാൻ ഈ ഒരു പോർഷൻ ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു. ശരിക്കും ആ രീതിയിൽ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് അതിന് ദൈവം നമ്മളെ ഇടയാക്കട്ടെ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്ത്രീയാണ് ഇത്രമാത്രം ഇത് ചെയ്തത്. നമ്മളെ പോലെ തന്നെയുള്ള ഒരു വ്യക്തിയാണ് ഇതെല്ലാം ചെയ്തത്. നമുക്ക് ബൈബിളുണ്ട്, ആ സമയത്ത് ബൈബിളും ഇല്ല. ബൈബിൾ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ ഒരു സ്ത്രീ ഇത്രമാത്രം ചെയ്തെങ്കിൽ, ബൈബിളും ഉള്ളപ്പോൾ നമുക്ക് എപ്പോഴും ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ പറ്റുന്ന സാഹചര്യം ഉള്ളപ്പോൾ നമ്മൾ ദൈവത്തെ തിരികെ സ്നേഹിച്ചില്ലെങ്കിൽ എന്ത് വലിയൊരു സങ്കടമാണ് ദൈവത്തിന് ഉണ്ടാകുന്നതെന്ന് ഞാൻ ചിന്തിക്കുകയാണ്.
ശരിക്കും ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട്, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ നമുക്കിടയാക്കട്ടെ. നമ്മൾ ഒന്നുകൂടി സമ്മറൈസ് ചെയ്യുക. ഞാൻ ഇതുകൊണ്ട് അവസാനിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് സമ്മറൈസ് ചെയ്യുക. നമ്മൾ എന്തൊക്കെ നമുക്ക് കേൾക്കാനിടയായി തീർന്നു. നമ്മൾ മുമ്പിലുള്ള എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അതൊക്കെയും സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് യേശു കർത്താവ്. മറിയയിലുള്ളിലുണ്ടായിരുന്ന ആ 7 ഭൂതത്തെ ഓടിച്ചു വിട്ട വ്യക്തിയാണ് യേശു കർത്താവ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മുമ്പിലുള്ള എന്തും ആയിക്കോട്ടെ, നമ്മളുടെ മുമ്പിലുള്ള എന്ത് പ്രയാസമായിക്കോട്ടെ, എന്ത് ബുദ്ധിമുട്ടും ആയിക്കോട്ടെ, അതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്നവരാണ് യേശു കർത്താവ്. ചിലപ്പോൾ ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഇന്ന് തന്നെ സോൾവ് ചെയ്യണമെന്നില്ല, പക്ഷെ ദൈവം അത് ഉറപ്പായിട്ട് സോൾവ് ചെയ്യുന്ന ഒരു കാര്യം. കാരണം ദൈവം ഒരിക്കലും നമ്മളെ ആ ഒരു ഭൂതത്തിന്റെ പിടിയിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കിടക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമല്ല. നമ്മളെ അതിൽ നിന്ന് വിടിവിക്കുന്ന ഒരു ദൈവമാണ്. നമുക്ക് എന്ത് പ്രയാസമാണെങ്കിൽ പോലും നമ്മൾ ആ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നത് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമേ അല്ല. ഒരിക്കലും ദൈവം ആഗ്രഹിക്കത്തില്ല ദൈവത്തിന്റെ മക്കൾ അത് കഷ്ടപ്പെടുന്നത്, വിഷമിച്ചിരിക്കുന്നത് ഒരിക്കലും ദൈവം ആഗ്രഹിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ഇത് മാറിപ്പോകണമേ ദൈവത്തോട് ചോദിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് ദൈവം അവിടെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം നമ്മൾ ഉറപ്പായിട്ട് അതിന് വിടുതലും തരും. ദൈവത്തിന്റെ സമയത്ത് ദൈവം അത് വിടുതൽ തരും. അതുപോലെ തന്നെ മറിയയുടെ ആ ഒരു ജീവിതം നോക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മളൊക്കെ. താൻ എന്തുമാത്രം നന്ദി ഉണ്ടായിരുന്നവരുണ്ട്. തനിക്കുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ യേശു കർത്താൻ ശിഷ്യന്മാർക്ക് കൂടെ കൊടുത്തത്. താൻ റിച്ചായിട്ടുള്ള വ്യക്തി ആയിരുന്നില്ല, താൻ സാധാരണക്കാരിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. തനിക്ക് ഉള്ളതിൽ നിന്നും താൻ യേശു കർത്താവിന് കൊടുത്തു. അപ്പോൾ നമ്മൾ യേശു കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോഴും ആ ഒരു നന്ദിയുള്ള മനസ്സോടെ കൊടുക്കണം. മാത്രമല്ല നമ്മൾ അത് താല്പര്യത്തോടെ നമ്മൾ കൊടുക്കണം എന്നുള്ള കാര്യം കൂടെ മറിയയുടെ ആ ജീവിതത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നു. മറിയ മാത്രമല്ല, മറ്റ് പല സ്ത്രീകളും അതുപോലെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നമുക്കൊരു എക്സാമ്പിൾ ആണ്. നമുക്ക് എല്ലാം വേണം, നമുക്ക് ദൈവത്തിന് കൊടുക്കുവാനായിട്ട് നമുക്ക് എല്ലാം വേണമെന്നില്ല. അത് നമുക്ക് ഉള്ളതിൽ നിന്ന് നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ് ദൈവം അതേ നോക്കുന്നത്. പിന്നീട് നമ്മൾ കണ്ടത് ആ മറിയയ്ക്ക് യേശു കർത്താവിനുള്ള സ്നേഹം. തന്റെ പ്രത്യാശ താൻ നഷ്ടപ്പെടുത്തിയേയില്ല. തനിക്ക് യേശു കർത്താവിനുള്ള ആ സ്നേഹം, വിശ്വാസം താൻ മുറുകെ പിടിച്ചുകൊണ്ടേയിരുന്നു. ആ മുറുകെ പിടിച്ചത് കൊണ്ട് മാത്രമാണ് യേശു കർത്താവിന്റെ മരണം കഴിഞ്ഞിട്ടും താൻ കല്ലറയിലേക്ക് പിന്നീട് വരുവാനിടയായത്. തനിക്ക് യേശു കർത്താവിനുള്ള വിശ്വാസം, യേശു കർത്താവിന്റെ മരണത്തിലൂടെ അത് അവസാനിച്ച് പോയായിരുന്നെങ്കിൽ താൻ ഒരിക്കലും ഈ കല്ലറയിലേക്ക് സുഗന്ധവർഗം വെക്കാനായിട്ട് വരികയില്ല. താൻ തന്റെ പഴയ ജീവിതത്തിലേക്ക് താൻ അതൊന്നും ചെയ്തില്ല. തനിക്ക് എന്നിട്ടും യേശു കർത്താവിനോട് ആ ഒരു സ്നേഹം ഉണ്ടായിരുന്നുണ്ട് താൻ ആ സുഗന്ധവർഗം വെക്കുവാനായിട്ട് അവിടെ വരുവാനായിട്ട് ഇടയായത്. ആ സുഗന്ധവർഗം വെക്കുവാനായിട്ട് വരുമ്പോൾ അതിന് മുൻപിൽ പല ചാലഞ്ചസും ഉണ്ടായിരുന്നു. എങ്ങനെ ആ കല്ല് നീക്കും, ആ ശവത്തിന്റെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും എന്നൊക്കെ മറിയെ ചിന്തിച്ചില്ലെങ്കിൽ മറിയുടെ കൂടെയുള്ളവരൊക്കെ ചിന്തിച്ചായിരിക്കും. പക്ഷെ അവിടെ വന്നപ്പോൾ കണ്ടത് കല്ല് ഉരുണ്ട് മാറ്റിയതായിട്ട് കണ്ടു. എന്നിട്ട് അവരകത്തേക്ക് കയറി നോക്കിയപ്പോൾ ശവം അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ആ ദൂതൻ വന്ന് പറഞ്ഞപ്പോൾ, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞപ്പോൾ മറിയയ്ക്ക് മനസ്സിലുണ്ടായിരുന്ന സന്തോഷം നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. താൻ വളരെയധികം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന വ്യക്തി താൻ ആ അഴുകിക്കിടന്ന ശരീരം എക്സ്പെക്ട് ചെയ്ത് വന്നപ്പോൾ താൻ കണ്ടത് ശരീരമില്ലാത്തൊരവസ്ഥയും അതുപോലെ ദൂതം വന്ന് പറഞ്ഞത് അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ജീവനോടെ ഉയർത്തെഴുന്നേറ്റ് കേട്ടപ്പോൾ മറിയയ്ക്കുണ്ടായ ആ സന്തോഷം അതെന്തുമാത്രം വലിയ സന്തോഷമായിരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത്. മറിയയ്ക്ക് ആ യേശു കർത്താവിനുള്ള സ്നേഹം, അതുപോലെ നമ്മൾ മറ്റു സുവിശേഷങ്ങൾ കാണുന്ന പോലെ ആ ശവം കാണാതിരുന്നപ്പോൾ അവിടെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ യേശു കർത്താവ് ആ തോട്ടക്കാരനെ വിചാരിച്ച് മറിയ പറഞ്ഞത്, യജമാനെ അവന്റെ ശരീരം എവിടാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അത് എടുത്തുകൊണ്ട് പോയിക്കോളാം എന്ന് പറഞ്ഞ ആ ഒരു മനസ്സ്, അത് എത്ര ഡീകമ്പോസ്ഡ് ആയാലും, എത്ര പുഴുക്കളുണ്ടായാലും, എത്ര ദുർഗന്ധം ഉണ്ടെങ്കിലും അത് കുഴപ്പമില്ല, ഞാൻ അതിനെ എടുത്തുകൊണ്ട് പൊക്കോളാം എന്ന് പറഞ്ഞ ആ ഒരു മനസ്സ്,
ആ മനസ്സ്, ആ സ്നേഹമുള്ള ഒരു മനസ്സ്, അത് ശരിക്കും നമുക്കൊരു എക്സാമ്പിൾ തന്നെയാണ്. നമ്മൾ യേശു കർത്താവിനെ തിരിച്ചും അതുപോലെ സ്നേഹിക്കണം എന്നുള്ളത്. മറിയയ്ക്ക് ചെയ്ത് യേശു കർത്താവ് ചെയ്തതിനെക്കാട്ടും വലിയ വലിയ കാര്യങ്ങളാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ അതിനേക്കാൾ കൂടുതൽ നന്ദി ഉള്ളവരും ആ സ്നേഹം കാണിക്കേണ്ടവരുമാണ്, സ്നേഹിക്കേണ്ടവരുമാണ്. ആ ഒരു രീതിയിലേക്ക് എത്തുവാനായിട്ട് ദൈവം നമ്മളെ ഇടയാക്കട്ടെ. മറിയ എന്നുള്ള ഒരു സാധാരണ സ്ത്രീയെ കൊണ്ട് ദൈവം ഈ കാര്യങ്ങളൊക്കെ മറിയയ്ക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ നമ്മൾക്ക് ഉറപ്പായിട്ടും ചെയ്യാനായിട്ട് പറ്റും. മറിയ ഇതെല്ലാം യേശു കർത്താവിനോട് ഈ ഇമോഷൻസ് ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് യേശു കർത്താവ് ഏറ്റവും വലിയ ഗിഫ്റ്റ് തന്നെയാണ് മറിയയ്ക്ക് കൊടുത്തത്. താൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് തന്റെ പേരൻസിനല്ല, ബ്രദേഴ്സിനല്ല, തൻ്റെ കൂടെ ഏറ്റവും അധികം സമയം ചില ശിഷ്യന്മാർക്കല്ല, പകരം അവരെക്കാളും എല്ലാം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചൊരു വ്യക്തിയാണ് മറിയ. ആ മറിയയുടെ മുമ്പിലാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. യേശു കർത്താവിന്റെ ആ ഒരു സ്നേഹം പ്രത്യക്ഷപ്പെടുത്തിയത് താൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ താൻ ആദ്യം മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടവടെയാണ്. തന്റെ ആ സ്നേഹം താൻ അത് വെളിപ്പെടുത്തി കൊടുത്തു. താൻ മറിയ എന്നുള്ള വിളി താൻ തോട്ടക്കാരനെ നിരൂപിച്ച് പറഞ്ഞപ്പോൾ, ആ ശവം എടുത്തുകൊണ്ട് പൊക്കോളാന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവ് മറിയ എന്ന് വിളിച്ച വിളി, ആ വിളിയിൽ തന്നെ എന്തുമാത്രം സ്നേഹം ഉണ്ടായിരിക്കും നമുക്ക് ഓർക്കാൻ പറ്റും. ചിലപ്പോ യേശു കർത്താവ് കണ്ണു നിറഞ്ഞു തന്നെ കാണും. കാരണം അത്രമാത്രം ആ ഒരു മറിയയുടെ സ്നേഹം തനിക്ക് അത് അനുഭവിക്കാനായിട്ട് ഇടയാത്തത്. ആ ഒരു സ്നേഹം നമുക്കും യേശു കർത്താവിന് തിരിച്ചു കൊടുക്കുവാനായിട്ട് ഇടയാക്കട്ടെ. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മളുടെ കഴിവുകൊണ്ട് ഇതൊന്നും പറ്റുകയില്ല. ദൈവത്തോട് സ്വയമായിട്ട് പ്രാർത്ഥിക്കും. ദൈവം എനിക്ക് അങ്ങനെ ഒന്ന് സ്നേഹിക്കാനായിട്ട് മറിയ സ്നേഹിച്ചതുപോലെ തന്നെ സ്നേഹിക്കുവാനായിട്ട് എന്നെ ഇടയാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കേട്ടോ, അമ്മ ദൈവം ഇടയാക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് തന്ന ഇന്ന് നീ വചനത്തിനായിട്ട് നന്ദി പറയുന്ന കർത്താവെ. മറിയ കർത്താവ് ഞങ്ങൾക്ക് ഒരു വളരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണല്ലോ കർത്താവെ. ഞങ്ങളെ പോലെ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത, ഞങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കർത്താവെ വിദ്യാഭ്യാസം കുറവുള്ള, പ്രത്യേകിച്ച് സവിശേഷതകൾ എടുത്തു പറയാൻ ഒന്നും ഇല്ലാത്തായിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തി യേശു കർത്താവിനെ ഇത്രമാത്രം സ്നേഹിച്ചു. യേശു കർത്താവ് ഇത്രമാത്രം നന്ദി ഉണ്ടായിരുന്നു, ഇത്രമാത്രം ഹോപ്പ് ഉണ്ടായിരുന്നു, അത്ര വിശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങളെ കണ്ടല്ലോ കർത്താവെ. അപ്പോൾ കർത്താവ് അങ്ങ് എന്തൊരു റിവാർഡാണ് കർത്താവ് അങ്ങ് കൊടുത്തതെന്ന് ഞങ്ങൾ കണ്ടു കർത്താവെ. അങ്ങ് സ്വയം പ്രത്യക്ഷപ്പെട്ടു കർത്താവെ. ആ ഒരു മറിയയുടെ ജീവിതം കർത്താവ് ഞങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആണ് കർത്താവ്. ഞങ്ങളും കർത്താവെ അങ്ങനെ ഞങ്ങൾക്കും ഒന്ന് സ്നേഹിക്കാണ്ട് കർത്താവെ, ഈ മറിയെ സ്നേഹിച്ച പോലെ സ്നേഹിക്കാണ്ട് ഞങ്ങളെയും കർത്താവിന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മറിയക്കുണ്ടായിരുന്ന ആ വിശ്വാസം കർത്താവെ, ആ യേശു കർത്താവ് മരിച്ചു പോയിട്ടും ആ യേശു കർത്താവിനെ ഹോൾഡ് ഓൺ ചെയ്തിട്ടുണ്ടായ ആ വിശ്വാസം കർത്താവ് ഞങ്ങൾക്കും കർത്താവെ തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ മുമ്പിലും കർത്താവെ പല ചാലഞ്ചസ് വരുമ്പോഴും കർത്താവെ, ഞങ്ങളുടെ മുമ്പിൽ പല പ്രശ്നങ്ങൾ വരുമ്പോഴും കർത്താവെ, ഞങ്ങൾ അത് ഡൗൺ ആയി പോകുമ്പോഴും കർത്താവെ, ഞങ്ങൾ ആ ഒരു വിശ്വാസം കർത്താവെ ഞങ്ങൾ കുറഞ്ഞു പോകുമ്പോഴും കർത്താവെ, അങ്ങനെ ഞങ്ങളോടൊരു വിശ്വസ്തത കാണിക്കുന്ന ദൈവമായിട്ട് നന്ദി പറയുന്ന കർത്താവെ. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ വിശ്വസ്തത കർത്താവെ, ഒരു മറിയയുടെ ജീവിതത്തിൽ തനിക്കുണ്ടാകുന്ന വിശ്വാസം ഞങ്ങൾക്കും കൂടെ ഒരു ഉദാഹരണമായി തീർന്നതായിട്ട് നന്ദി പറയുന്നത്. ഞങ്ങൾക്ക് കർത്താവ് ആ ഒരു വിശ്വാസത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട് കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ മറിയയ്ക്ക് കർത്താവ് ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രയാസങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു കർത്താവെ. ആ 7 ഭൂതങ്ങൾ കൊണ്ട് താൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയോടെ താൻ കടന്നു പോയി കർത്താവ്. അങ്ങ് പക്ഷെ അതിൽ നിന്ന് വലിയൊരു വിടുതൽ കർത്താവെ കൊടുത്ത കർത്താവെ. ഞങ്ങളുടെ ഞങ്ങൾക്ക് മുമ്പിലുള്ള പ്രയാസങ്ങൾ കർത്താവെ, എന്ത് പ്രയാസങ്ങളായാലും ഞങ്ങളുടെ മുമ്പിലുള്ള എന്ത് ബുദ്ധിമുട്ടുകളായാലും കർത്താവെ, അതിൽ നിന്നൊക്കെ കർത്താവ് വിടുതൽ തരാൻ പറ്റുന്ന ദൈവമാണ് ഞങ്ങളുടെ ദൈവം കർത്താവ്. ഞങ്ങൾ അത് മനസ്സിലാക്കുന്ന കർത്താവെ. ഞങ്ങളുടെ പലയിടം ജീവിതത്തിൽ കർത്താവെ, ഞങ്ങൾ പല ബുദ്ധിമുട്ടും പല പ്രയാസങ്ങളിലൂടെ ഒക്കെയും കടന്നു പോകുന്നവരുണ്ടല്ലോ കർത്താവെ. ഞങ്ങൾ സ്വയമായിട്ടുള്ള ഞങ്ങൾക്ക് പേഴ്സണൽ ലൈഫിലും കർത്താവെ പല ബുദ്ധിമുട്ടുകളും കടന്നു പോകുന്നുണ്ടല്ലോ. സ്പിരിച്വൽ ലൈഫിലും കർത്താവെ പല ബുദ്ധിമുട്ടുകളും ഞങ്ങൾ കടന്നു പോകുന്നുണ്ടല്ലോ കർത്താവെ. ഞങ്ങളുടെ മുമ്പിലുള്ള ഈ ഡീമൻസിനെ കർത്താവെ, ഞങ്ങളുടെ മുമ്പിലുള്ള ഈ ഗോലിയാത്ത് പോലെ നിൽക്കുന്ന ഞങ്ങളുടെ ഈ മാറ്റേഴ്സ് ഒക്കെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇതിന് മേലിൽ വിക്ടറി തരാൻ പറ്റുന്ന ഒരു ദൈവമാണ് കർത്താവെ. കർത്താവ് ഞങ്ങളുടെ മുൻപിലുള്ള ഈ പ്രയാസങ്ങളൊക്കെയും കർത്താവെ ഞങ്ങൾ മാറ്റാൻ ശക്തിയുള്ള ദൈവത്തിന്റെ കയ്യിൽ നമ്മൾ ഇതെല്ലാം കരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾ അങ്ങോട്ട് നന്ദിയുള്ളവരായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് കർത്താവിനെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് അങ്ങ് എന്ത് നല്ല പല കാര്യങ്ങളും കർത്താവ് ചെയ്തിട്ടുണ്ട് കർത്താവെ.
ഞങ്ങൾക്ക് നല്ല ആരോഗ്യം തന്നു കർത്താവേ. ഞങ്ങൾക്ക് നല്ല സാഹചര്യങ്ങളൊക്കെ തരുന്നു കർത്താവേ. ഞങ്ങൾക്ക് അങ്ങേ മനസ്സിലാക്കാനിടെ എത്തുന്നത് ഞങ്ങൾക്ക് തന്ന ആരോഗ്യത്തിനായിട്ട് തന്നെ പറഞ്ഞു കർത്താവേ. പക്ഷെ കർത്താവ് ഇതൊക്കെയും കർത്താവ് അങ്ങ് ഞങ്ങൾക്ക് തന്ന ദാനങ്ങൾ മാത്രമാണ് കർത്താവേ. അങ്ങ് ഞങ്ങൾ കാണിച്ച കരുണ കൊണ്ട് മാത്രമാണ് കർത്താവേ ഇതൊക്കെ ഞങ്ങൾക്ക് ഇന്നായിരിക്കും കർത്താവേ. കർത്താവേ ഇതൊക്കെയും കർത്താവ് ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഓരോ ദിവസവും കർത്താവ് ഞങ്ങൾക്ക് തരുന്നു കർത്താവേ. എത്ര പേര് കർത്താവെ ആ ഉറക്കത്തിൽ കിടന്നിട്ട് കർത്താവെ അടുത്ത ദിവസം എഴുന്നേൽക്കാതിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് ഓരോ ദിവസം തരുന്ന ആ ദിവസങ്ങൾക്കായിട്ട് കർത്താവ് നന്ദി പറയുന്ന കർത്താവെ. കർത്താവെ ഞങ്ങളോട് കാണിക്കുന്ന ഈ മേഴ്സിയൊക്കെ ഓർക്കുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് നോ പറയുമ്പോൾ ഞങ്ങൾ എന്തുമാത്രം പുറകോർക്കുന്ന കർത്താവെ. ഞങ്ങൾ എന്തുമാത്രം ദുഃഖിക്കുന്ന കർത്താവെ. പക്ഷെ ഞങ്ങൾ ഓർക്കുന്നില്ല കർത്താവെ, ഞങ്ങളുടെ ബോഡിയിലെ ഓരോ ഓർഗൻസും കർത്താവ് ഓരോ സെക്കൻഡും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കർത്താവെ. ഞങ്ങൾ അതൊന്നും റിയലൈസ് ചെയ്യാറേയില്ല കർത്താവെ. ഞങ്ങൾ അതൊക്കെ മറന്നിട്ട് കർത്താവെ ഞങ്ങളോട് നോ പറയുമ്പോൾ ഞങ്ങളുടെ കുറ്റം പറയുന്ന കർത്താവെ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ആ ഒരു മെന്റാലിറ്റിയിൽ എത്തുവാൻ ഇടയാക്കല്ലേ എന്ന് ഓർത്തി പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവ് എപ്പോഴും കർത്താവ് നന്ദിയുള്ളവരായിട്ട് ഇരിക്കാൻ ഞങ്ങൾ ഇടയാക്കണം എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. ആ അൺഗ്രേറ്റ്ഫുൾനെസ് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ ഇടയാക്കരുത് എന്ന് ഓർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾക്ക് മറിയെ പോലെ കർത്താവെ ആകുവാൻ മറിയേക്കാൾ ഒരു പടി ഉയരുവാൻ ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ കർത്താവെ ഞങ്ങൾക്ക് അതിലേക്ക് എത്തുവാനായിട്ട് ഞങ്ങൾ ഇടയാക്കണം എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾക്ക് എല്ലാവർക്കും പരിമിതികളുണ്ട് കർത്താവെ. ഞങ്ങൾക്ക് മറിയെ പോലെ ഞങ്ങൾക്ക് ചെയ്യുവാൻ ഞങ്ങൾ കഴിവുകൊണ്ട് ഒരിക്കലും പറ്റത്തില്ല കർത്താവെ. പക്ഷെ കർത്താവ് ഞങ്ങൾക്ക് അങ്ങനെ സ്നേഹിക്കുവാനായിട്ടുള്ള ആ വിശാലമായിട്ടുള്ള മനസ്സ് കർത്താവെ ഞങ്ങൾക്ക് തരണമേ നോക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങോട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുവാനും കർത്താവെ അങ്ങനെ സ്നേഹിക്കുവാനായിട്ടും ഒക്കെയുള്ള ആ ഒരു മനസ്സ് കർത്താവെ ഞങ്ങൾക്ക് തരണമേ നോക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് തന്ന വചനത്തോട്ട് നന്ദി പറയുന്ന കർത്താവ് ഞങ്ങൾ കേൾക്കുന്നവരായിട്ട് മാത്രമല്ല ഞങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നവരായിട്ടും കൂടെ തീരുവാനായിട്ട് ഞങ്ങൾ എല്ലാവരും ഇടാക്കണം നോക്കി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളും കർത്താവെ ആ ഒരു അങ്ങയുടെ മുമ്പിൽ കർത്താവെ അങ്ങയുടെ മക്കൾ എങ്ങനെയാണോ ജീവിക്കേണ്ടത് ആ ഒരു രീതിയിൽ ജീവിക്കാൻ ഞങ്ങൾ എല്ലാവരും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നന്ദി പറയുന്ന കർത്താവെ. ഞങ്ങൾക്ക് തന്ന എല്ലാ വചനത്തോടും നന്ദി പറയുന്ന കർത്താവെ. പ്രാർത്ഥനയായിട്ട് എന്നാ സ്വന്തം കർത്താവെ എല്ലാ യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവുടെ കൂട്ടായ്മയും സഹവാസവും കേട്ട വചനങ്ങളുടെ മേലും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും മേലും